ഈശംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിൽ നിന്ന് വായിച്ചപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കൂടി ഞാൻ കുറച്ചു നേരം വായിച്ചപ്പോൾ കിട്ടിയ ചിന്തകളാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ആദിമ നൂറ്റാണ്ടുകളിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ഓരോ സഭയിലെയും അംഗങ്ങളെ വിശുദ്ധർ എന്നാണ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. റോമായിലെ വിശുദ്ധർ, കൊറിന്തോസിലെ വിശുദ്ധർ എന്നൊക്കെ വായിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നിയിരുന്നു. വാശിയും കോപവും മത്സരവും സ്വാർത്ഥകളും ഒക്കെ ഈ സഭകളിലെ വിശ്വാസികളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ പൗലോസ്ലീഹ കുറ്റപ്പെടുത്തലുള്ള ഉപദേശങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ ബലഹീനതകളെല്ലാം ഉള്ള മനുഷ്യരുടെ കൂട്ടത്തെ എങ്ങനെയാണ് വിശുദ്ധർ എന്ന് വിളിക്കുക? കുറവുകളുള്ളപ്പോഴും ഒരാൾക്ക് വിശുദ്ധനാകാൻ പറ്റുമോ? എന്താണ് ക്രിസ്തീയ വീക്ഷണത്തിലെ വിശുദ്ധിയുടെ കാതൽ എന്താണ്? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഉത്തരം കിട്ടും. നാം വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന കാസയും പീലാസയും സാധാരണഗതിയിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. സ്വർണം കൊണ്ട് നിർമ്മിക്കുന്നുണ്ടായിരിക്കാം. സാധാരണ സ്റ്റീൽ കൊണ്ട് ഉപയോഗിക്കുന്നതാണ് സാധാരണ പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്നത്. ആ സ്റ്റീലിന് മറ്റുള്ള സ്റ്റീൽ പാത്രങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കുകയും ചെയ്യുന്നില്ല. എങ്കിലും കാസയും പീലാസയും വിശുദ്ധ പാത്രങ്ങളായിട്ടാണ് നാം കരുതുന്നത്. അതിനേക്കാൾ വില കൂടിയ സ്റ്റീൽ പാത്രങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിലും നാം അതിനെ വിശുദ്ധ പാത്രങ്ങളായി കണക്കാക്കാറില്ല. വിശുദ്ധ കുർബാനയിൽ വൈദികൻ ധരിക്കുന്ന കാപ്പ വിശുദ്ധ വസ്ത്രമായി നാം പരിഗണിക്കുന്നു. എന്നാൽ അതിനേക്കാളും അനേക മടങ്ങ് വിലയുള്ള സാരികൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാം വീടുകളിൽ പെട്ടുകളിലോ അലമാരിയിലൊക്കെ ഇരിപ്പുണ്ടാവാം. പക്ഷേ അതൊന്നും വിശുദ്ധ വസ്ത്രമായി നമുക്ക് തോന്നാറില്ല. എന്തുകൊണ്ട്? കാപ്പയും കാസയും പിലാസും ഒക്കെ വിശുദ്ധ വസ്തുക്കളായി നാം കണക്കാക്കുന്നു. അവയിൽ കറിയോ അഴുക്കോ ഇല്ലാത്ത കൊണ്ടല്ല, അവ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ വിശുദ്ധിയെ കൊണ്ടുമല്ല. പ്രത്യുത അതൊക്കെ വിശുദ്ധനായവൻ്റെ ശുശ്രൂഷയ്ക്ക് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് മാർപ്പാപ്പ വന്നാലും അദ്ദേഹത്തിന് പാനീയങ്ങൾ കൊടുക്കുവാൻ നാം ദേവാലയത്തിലെ കാസ ഉപയോഗിക്കാറില്ല. കാരണം അത് ദൈവത്തിൻ്റെ മേശയിൽ വിളമ്പാൻ മാത്രമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുകയെന്നാണ്. പരിശുദ്ധനായവ ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട അവസ്ഥ ബലഹീനനായ ഏതൊരു മനുഷ്യനെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നു. ലോകത്തിൽ നിന്നും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടുകൊണ്ട് ലോകത്തിൻ്റെ സ്വന്തമായിരിക്കുന്നവർ ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയത് കൊണ്ടാണ് ക്രൈസ്തവ സമൂഹങ്ങളെ വിശുദ്ധരുടെ സമൂഹമായി പരിഗണിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിച്ചത്. ഒരു വൈദികനെയോ കന്യാസ്ത്രീയോ റെവറൻഡ് ചേർത്ത് വിളിക്കുന്നത് അവരിൽ മാനുഷികമായ കുറവുകളൊന്നും ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല, മറിച്ച് അവർ ദൈവത്തിനായി ലോകത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ടാണ്. അവരുടെ പ്രത്യേകമായ സമർപ്പണമാണ് സമൂഹത്തിൻ്റെ ആദരവിനുള്ള അടിസ്ഥാനമായ കാര്യം. അല്ലെങ്കിൽ അവർ വിശുദ്ധരായതുകൊണ്ടോ അവർക്ക് പ്രത്യേക മേന്മ ഉണ്ടായതുകൊണ്ടോ അല്ല. ബലഹീനതകൾ കുറവാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്നില്ലെങ്കിലും ആരും വിശുദ്ധരാകുന്നില്ല. കാരണം സ്റ്റീലിൻ്റെ മേന്മ ഒരു പാത്രത്തെയും വിശുദ്ധമാക്കുന്നില്ല. നൂലിൻ്റെ പവിത്രത ഒരു വസ്ത്രത്തെയും വിശുദ്ധിയിലേക്ക് നയിക്കുന്നില്ല, വിശുദ്ധമാക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്വന്തമായി തീരുമ്പോഴാണ്, അവിടുത്തെ മേശയിൽ വിളമ്പാൻ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ സ്വന്തമാവുക. കർത്താവിൻ്റെ മേശയിൽ ഉപയോഗിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതപാത്രങ്ങൾ മറ്റുള്ളവരുടെ മേശപ്പുറത്ത് നിരത്താൻ വിട്ടുകൊടുക്കുമ്പോൾ ആ പാത്രങ്ങളും വിശുദ്ധിയില്ലാത്തതായി തീരും. നമ്മളെ ദൈവം വിളിച്ചവരാണ്, ദൈവത്തിൻ്റെ സ്വന്തമായി മാറ്റിയവരാണ്. എപ്പോഴും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നവരാവുക, അതാണ് വിശുദ്ധിയുടെ രഹസ്യം. അപ്പോൾ
നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ട് ഒരു സമൂഹമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ടവരാണ്. അത് ആ വലിയ സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വെളിപ്പെടുത്തി വന്നിരിക്കുന്ന സത്യത്തിന് വേണ്ടി നമ്മളിങ്ങനെ വിട്ടുകൊടുക്കാം. ഓ എൻ്റെ ദൈവമേ, ലോകത്തിൽ നിന്നും അങ്ങയ്ക്കായി വേർപിരിയുമ്പോൾ മാത്രമാണ് ഞാൻ വിശുദ്ധനായി തീരുന്നതെന്ന് എന്നെ പഠിപ്പിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നാഥ, ലോകത്തോടും പാപത്തോടും വേർപിരിയാതെ നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും ഞാനെപ്പോഴും അശുദ്ധൻ തന്നെയാണ്. കർത്താവേ, നിന്നിലേക്ക് എന്നെ അടുപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ വിളിക്കപ്പെട്ട സമൂഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശുദ്ധ ഗണത്തിലേക്ക് ഞങ്ങളെ ചേർക്കപ്പെടണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.